പുനർനിർമ്മിക്കുന്ന മലാപ്പറമ്പ് ക്രിസ്തുരാജ ദേവാലയത്തിന് ഭക്തിസാന്ദ്രമായ ചടങ്ങിൽ തറക്കല്ലിടൽ. കോഴിക്കോട് രൂപതാധ്യക്ഷൻ ഡോക്ടർ വർഗീസ് ചക്കാലക്കൽ ശിലാസ്ഥാപന കർമ്മം നിർവഹിച്ചു. 1934 സ്ഥാപിതമായ ക്രിസ്തുരാജ ദേവാലയം 1961 പുതുക്കിപ്പണിതപ്പോൾ തറക്കല്ലായി അന്നത്തെ ബിഷപ്പ് ഡോക്ടർ പത്രോണി സ്ഥാപിച്ച അതേ മൂലക്കല്ലിന് തന്നെയാണ് പുതിയ ദേവാലയത്തിൻ്റെ തറക്കല്ലായി മാറാൻ നിയോഗമുണ്ടായത്. ഈശോ സഭ പ്രൊവിൻഷ്യൽ ഫാദർ ഇ.പി. മാത്യു, ഇടവക വികാരി ഫാദർ സോണി, മുൻ വികാരിയും ഇടവകയുടെ ആത്മീയ ആചാര്യനുമായ ഫാദർ എബ്രഹാം പള്ളിവാതുക്കൽ, മുൻ വികാരിമാർ, മറ്റീശോ സഭ വൈദികർ, വിവിധ കോൺവെൻറ്റുകളിലെ കന്യാസ്ത്രീകൾ, ഇടവകാംഗങ്ങൾ, പാറോപ്പടി സെൻറ് ആൻ്റണീസ് ഇടവകാംഗങ്ങൾ തുടങ്ങി നിരവധി പേർ തറക്കല്ലിടലിൽ പങ്കെടുത്തു. 1.5 വർഷം മുൻപ് കാലപ്പഴക്കം മൂലം പൊളിച്ചു മാറ്റിയതാണ് കോഴിക്കോട് മലാപ്പറമ്പ് ക്രിസ്തുരാജ ദേവാലയം. മലബാറിലെ അതിപുരാതന ദേവാലയങ്ങളിലൊന്നാണ് കോഴിക്കോട് മലാപ്പറമ്പ് ക്രിസ്തുരാജ ദേവാലയം. കോഴിക്കോട്ടെ ഏറ്റവും പഴക്കമേറിയ ലത്തീൻ കത്തോലിക്ക പള്ളികളിലൊന്നാണ് ഇത്. കേരളത്തിലെ സൊസൈറ്റി ഓഫ് ജീസസിൻ്റെ മദർ ഹൗസായ ക്രൈസ്റ്റ് ഹാളിനോട് ചേർന്ന് 1934 ക്രിസ്തുരാജ ദേവാലയം സ്ഥാപിതമായത്. 9 പതിറ്റാണ്ടിൻ്റെ മഹത്തായ പാരമ്പര്യമുള്ള ദേവാലയത്തിൽ ആയിരക്കണക്കിന് തിരുക്കർമ്മങ്ങൾ നടന്നിട്ടുണ്ട്. 1.5 വർഷം മുൻപ് പഴയ ദേവാലയം പൊളിച്ചതിന് ശേഷം ജസ്യൂട്ട് ആസ്ഥാനമായ ക്രൈസ്റ്റ് ഹാളിലെ കൊച്ചു ചാപ്പലിലാണ് ദിവ്യബലിയും മറ്റ് തിരുക്കർമ്മങ്ങളും നടത്തിവരുന്നത്. മലാപ്പറമ്പ് ബൈപ്പാസിന് അഭിമുഖമായി നിർമ്മിക്കുന്ന പുതിയ ദേവാലയം വൈകാതെ പൂർത്തിയാകും.